ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ഡ്രൈവ് പോലെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. പുറപ്പെടുമ്പോൾ 12:30 ആയി. തീരുമാനിച്ചത് തന്നെ രാത്രി ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ 2 ഡ്രസ്സ് കരുതിയിരുന്നു കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് 2 ഡ്രസ്സ് കരുതിയിരുന്നു. അങ്ങനെ നമ്മൾ ലോങ് ഡ്രൈവ് പോലെ പോയി. രാത്രി 12:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 3:15 ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കാലിക്കറ്റ് എത്തിയിരുന്നു. അങ്ങനെ റൂമൊന്നും എടുത്തിട്ടില്ല, വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി. രാവിലെ ഒരു 7:30 ആ സമയമാകുമ്പം ഹോട്ടലൊക്കെ പോയി ഫ്രഷായി. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. സാഗറിലേക്കാണ് പോയത്. അവിടുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. പൊറോട്ട, അയക്കൂറ മുളകിട്ടത്, പിന്നെ മുട്ട റോസ്റ്റ്, പിന്നെ ബീഫ് കുരുമുളകിട്ടത്, പിന്നെ 2 ചായയും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും മൂവായി. 12:30 ആകുമ്പോൾ തിരൂരിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ തിരൂർ മാർക്കറ്റിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അങ്ങനെ തിരൂർ മാർക്കറ്റിൽ പോയി അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ തിരൂർ മാർക്കറ്റ് നല്ലതായിട്ട് തോന്നി എനിക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. അഗെയിൻ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ നമ്മൾ റോയൽ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൻ്റെ ആംബിയൻസ് നല്ലതായിരുന്നു. കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണെന്ന് തോന്നി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഡ്രാഗൺ ചിക്കൻ, പിന്നെ ആസ് എ സ്റ്റാർട്ടർ സാലഡ് പറഞ്ഞിരുന്നു. അത്രയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ മൂവായിട്ട് വൈകുന്നേരം ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എറണാകുളം എൻ്ററായി. പിന്നെ അവിടുന്ന് ചായ കുടിച്ചു. ആ ഒരു ചായൻ്റെ കൂടെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിവട പോലത്തെ സംഭവം, ഷേപ്പ് ഉഴുന്ന വടയാണ്. അതൊന്ന് കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവുന്നുണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിന്നെയും മൂവായി. നമ്മൾ ഏകദേശം ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് ലുലു മോളിൻ്റെ ആ സൈഡിലേക്ക് എത്തിയിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ലുലു മോളിൽ അങ്ങനെ നമ്മൾ റൂം എടുത്തു. അവിടെ നിയർ ബൈ റൂം എടുത്തു. അപ്പോൾ ബുക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വായിൽ തോന്നുന്ന വിലയായിരിക്കുമല്ലോ അവർ പറയാം. അങ്ങനെ നമ്മളൊരു റൂം എടുത്തു. അതിന് അവർ പറഞ്ഞത് 3000 rupees. പക്ഷേ അത് നിയർ ബൈ ലുലു മോളായിരുന്നു കേട്ടോ. അതായത് എടപ്പള്ളിയിലാണ് റൂം എടുത്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ റൂം കാണിക്കാൻ മാത്രമൊന്നുമില്ല, സിമ്പിളാണ് റൂം. പിന്നെ കോസ്റ്റ് വൈസ് കൂടുതൽ തന്നെയാണ് ആ റൂമിന്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കാനും പോയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ വെക്കേറ്റ് ചെയ്യുന്നതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, ജസ്റ്റ് ഫോർ എ നൈറ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷൊക്കെ ആയി പുറത്തോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ലുലു മോളിലായിരുന്നു. അപ്പോൾ ധാനുവിന് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവന് ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് റോഡ് ട്രിപ്പ് പോകുന്നത്, അതുകൊണ്ട് അവന് പേടിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അവൻ നേരെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ലുലു മോൾ മൊത്തമായിട്ട് കറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നെ മടുത്തു നടന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ സ്റ്റാർബക്സിൽ പോയി. ഇവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ സ്റ്റാർബക്സിലത്തെ കോഫി കഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ അവിടെ പോയി. പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഒന്ന് ക്യാരമൽ ക്യാപ്പുച്ചിനോ, പിന്നെ വേറെ എന്തെന്ന് വെച്ചാൽ മോക്ക, അത് ഹെസൽനട്ട് മോക്ക എന്ന് തോന്നുന്നു, ഐസ്ഡ് ഹെസൽനട്ട് മോക്ക, പിന്നെ ലോസ് ഏഞ്ചൽസും കൂടെ പറഞ്ഞിരുന്നു കേട്ടോ. കോഫീൻ്റെ ബിറ്റർനെസ് കൂടുന്തോറും കോഫി എക്സ്പെൻസീവ് ആവും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നാണ് സ്റ്റാർബക്സ്. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടേക്ക് പോയിട്ടോ. അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. അറ്റ് ലാസ്റ്റ് ഒരു സ്വിസ് റോൾ വാങ്ങി കഴിച്ചു. അതിൽ 49 rupees ആണ്, ചീപ്പറാണ്, ടേസ്റ്റിയറാണ്.
പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് 1 മണിയായി. രാത്രി 1 മണിക്ക് റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ആയിരുന്നു. ചിക്കൻ മാത്രമേ ഓപ്പൺ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് 6 പീസ് ചിക്കൻ്റെ കോംബോ ആയിരുന്നു. പിന്നെ അങ്ങനെ അതും കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് പിന്നെയും നമ്മൾ മൂവ് ആകാൻ തുടങ്ങി. റൂമൊന്നും വെക്കേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ആ സമയത്ത്. ഭക്ഷണം കഴിച്ചിട്ട് റൂമിൽ റിട്ടേൺ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് ആര്യാസ് എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. ഇത് താജ്മഹൽ പോലത്തെ ഒരു മസ്ജിദാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവിടെ ആര്യാസ് എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഒരു വെജ് റെസ്റ്റോറൻ്റാണ്. അവിടെ ഒരു കോംബോ എന്തെന്ന് വെച്ചാൽ പൂരി ബാജി പിന്നെ ഉള്ളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് തമിഴിയൻ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ചായ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ പൂരി ബാജിൻ്റെ ഒന്നിച്ച് ഒരു കാര ചട്നി ഇല്ല, മറ്റേ നോർമൽ ചട്നി, അതിൻ്റെ കൂടെ ഉള്ളി ഉണ്ട് കേട്ടോ അതിൻ്റെ കോംബോ ആയിട്ട്. പിന്നെ ഉഴുന്ന് വട. എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് പൂരി ബാജി തന്നെയാണ്. മസാല ദോശയൊക്കെ നോർമലായിരുന്നു. പിന്നെ എന്തെന്ന് വെച്ചാൽ ഒരു ഹോംലി ഫുഡിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു വന്നു. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെയും മൂവ് ആകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്നതൊന്നും ഇല്ലല്ലോ. റോഡ് ട്രിപ്പ് ആകുമ്പോൾ എവിടെയാണ് നല്ലൊരു സൈറ്റ് കാണാം, അവിടെ നിർത്തുക, കുറച്ച് അവിടെ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക, പിന്നെ മൂവ് ആവാം. അങ്ങനെ നമ്മളിങ്ങനെ പോയി ഒരു 11:30 ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫോർട്ട് കൊച്ചിയിലെത്തി കേട്ടോ. ഫോർട്ട് കൊച്ചീൻ്റെ അതിൻ്റെ ഉള്ളിൽ, ആ റോഡിൻ്റെ ഉള്ളിൽ എൻട്രൻസിൽ കൂടെ കയറിയാലേ ആ ഒരു വൈബേ വേറെയാണ്. എന്തെന്ന് വെച്ചാൽ എന്താ പറയല്ലേ, ഒരു ഇംഗ്ലീഷ് സ്റ്റൈലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അതിൻ്റെ ഉള്ളിൽ. ഒരു ഗോവൻ സ്റ്റൈൽ എന്നെല്ലാം പറയൂലേ, അതേപോലെയാണ് ആ ഒരു ഫോർട്ട് കൊച്ചീൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ. അതായത് ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടുതലുള്ള പ്ലേസസ് ആയതുകൊണ്ടാവാം അങ്ങനെയൊക്കെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുൽക്കിയൊക്കെ കിട്ടും അവിടെ. അതിൽ നമ്മൾ കുറേ കുൽക്കിയൊക്കെ ട്രൈ ചെയ്തിരുന്നു. നെല്ലിക്കേൻ്റെ കുലുക്കി അത്ര സ്പൈസി എന്നൊന്നും എനിക്കറിയില്ലല്ലോ. ഞാനൊന്ന് വലിച്ചു കുടിച്ചപ്പോഴത്തേക്ക് ആകപ്പാടെ എന്തെല്ലാം ആയി. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബിഗ് ബിയിലെ മമ്മൂട്ടീൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ആ വീടില്ലേ, അത് കണ്ടു. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടുന്ന്. പിന്നെ മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മട്ടാഞ്ചേരി ആ സൈഡിലേക്ക്, മാർക്കറ്റിൻ്റെ ആ സൈഡിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് നമ്മൾ കണ്ടതാരെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചി മാർട്ടിൻ, മട്ടാഞ്ചേരി മാർട്ടിൻ എന്നൊക്കെ പറയുന്ന ആൾ. 2-3 മൂവീസിലൊക്കെ കണ്ടിരുന്ന ആളെ. എനിക്ക് നേരെ ഐഡിയ ഒന്നുമില്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പൂച്ചക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു. പിന്നെ ആ സീനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. സമയം 3:30 ആയി. നമ്മൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ വേമ്പനാട് ലേക്കിൻ്റെ ഒരു വശത്താണ് നമ്മളുള്ളത്, മറുവശത്ത് വൈപ്പിനാണ്. അപ്പം നമ്മൾ ഡെയിലി ഇവർ എങ്ങനെയാണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ ഒരു പുതിയ ടെക്നിക്കാണ്. എന്താ വെച്ചാൽ ട്രാഫിക് ഇഷ്യൂ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ വെഹിക്കിൾസ് ഇങ്ങനെ ഹാർബറിലേക്ക് ഇങ്ങനെ ബോട്ട് കൊണ്ടുവന്നിട്ടില്ലേ, പാസഞ്ചേഴ്സിനെയും വെഹിക്കിൾസിനൊക്കെ കയറ്റും. അപ്പം നമ്മളെ വണ്ടിയും അവിടെ കയറി. പക്ഷെ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഡെയിലി പാസഞ്ചേഴ്സിനൊന്നും കുഴപ്പമില്ല. ലൈക്ക് ചെറിയ വണ്ടികൾക്കൊന്നും കുഴപ്പമില്ല. നമ്മളെ വലിയ വണ്ടിയും ട്രക്കും ഇതൊക്കെ കയറുമ്പോഴത്തേക്ക് കുറേ വെയിറ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് 1 hour അവിടെ തന്നെ നിൽക്കേണ്ടി വരും. പക്ഷെ കാര്യം എന്തെന്ന് വെച്ചാൽ വൈപ്പിനിലേക്ക് എത്താൻ വിത്തിൻ 2 or 3 minutes മതിയല്ലോ. പിന്നെ നമ്മൾ വണ്ടി അതിൽ കയറ്റിയപ്പോൾ ഇല്ലേ, ഫ്രണ്ടിൽ തന്നെ കിട്ടി. അതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ 50 rupees ഹെവി വെഹിക്കിൾസിന്. പിന്നെ മറ്റേ വാക്കിംഗ് പാസഞ്ചേഴ്സിനും പിന്നെ സൈക്കിൾ യാത്രക്കാർക്കും പിന്നെ സ്കൂട്ടറിനും അങ്ങനെയൊക്കെ 10 രൂപയും 20 രൂപ അങ്ങനെയാണ്. പിന്നെ ഇത് മൊത്തത്തിൽ നോക്കിയാൽ ടൈമും സേവ് ചെയ്യാം, നമുക്ക് പൈസയും സേവ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഡെയിലി വർക്കേഴ്സിനും പിന്നെ ജോബിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി തന്നെയാണിത്. അപ്പോൾ നമ്മൾ വണ്ടി ഇതിൽ കയറ്റിയപ്പോൾ ഇല്ലേ, മെസ്സേജ് വന്നത് എന്തെന്ന് വെച്ചാൽ വെഹിക്കിൾ ഹാവ് ഡ്രോൺ ടു വാട്ടർ എന്നാണ്. വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നുള്ള മെസ്സേജാണ് വന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ്ങും ഒരു ന്യൂ അല്ലേ, ഇഷ്ടമായിട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ വൈപ്പിനിലേക്ക് എത്തി. യാത്രക്കാരുടെ ഒരു റഷും കാര്യങ്ങളുമാണ്, എല്ലാവർക്കും തിരക്കാണ്. അങ്ങനെ ജോലി വിട്ടിട്ട് വരുന്നവരും ജോലിക്ക് പോകുന്നവരും എല്ലാം ഉണ്ട് അതിൽ.
അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തി. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇനി നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് വേമ്പനാട് ലേക്കിൻ്റെ ഒരു വശത്താണ് ഈ സംഭവം ഉള്ളതെന്ന്. അപ്പം വേമ്പനാട് ലേക്കിൻ്റെ മറ്റൊരു വശം എന്താ മുമ്പിൽ നിങ്ങൾക്ക് കാണാം. നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ മഴയും കൂടെ അല്ലേ, ലൈറ്റായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ദൃശ്യമായിരുന്നു കേട്ടോ. അത് ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ വൈപ്പിനിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന പോശ്ശേരിയാണ്. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി അവിടെ സാധാരണ ജീവിതമാണ്, സാധാരണക്കാരാണ് കൂടുതലും. ഈ സൈഡിൽ നോക്കിയാൽ ഒരു പോശ്ശേരിയ, ഗ്രാൻഡ് ഹയാത്ത്, ബൾഗാട്ടി അതൊക്കെ വരുന്ന സൈഡിലാണ്. പിന്നെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബൾഗാട്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തുന്നത് മെറൈൻ ഡ്രൈവാണ്. മെറൈൻ ഡ്രൈവിലാണ്, ആ ഒരു റോഡിലാണ് മഹാത്മാഗാന്ധി റോഡ് എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും പിന്നെ മഹാരാജാസ് കോളേജ്, മമ്മൂട്ടി അവരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ പഠിച്ച കോളേജും ഒക്കെ ഈ സൈഡിലാണ് വരുന്നത്. കോർ ഓഫ് ദി സിറ്റി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഈ സൈഡാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ മഹാത്മാഗാന്ധി റോഡ് എന്ന് പറയുന്ന സംഭവം, മഹാരാജാസ് കോളേജ്, ഇതാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ ഈ സൈഡിലാണ് സിറ്റീൻ്റെ കോർന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോഴത്തൊക്കെ ഫീൽ ആവുന്നത് അതാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മൂവ് ആയിക്കൊണ്ട് ഇങ്ങനെ പോയി. സ്റ്റിൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഏകദേശം 4:35 ഒക്കെ ആയി. അപ്പോൾ ഭക്ഷണമാണല്ലോ മുഖ്യം. അങ്ങനെ നമ്മൾ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ MRAയിലോട്ടാണ് പോയത്. വൺ ഓഫ് അവർ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ് അത്. നമ്മളിപ്പം തളിപ്പറമ്പിൽ നിന്ന് തുടങ്ങിയാൽ നമ്മൾ കഴിക്കാൻ കയറുന്നത് MRAയിലാണ് മോസ്റ്റ്ലി. പിന്നെ നമ്മളവിടെ ഓർഡർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ മട്ടൻ റാൻ മന്തി, പിന്നെ സൈഡ് ഡിഷായിട്ട് മട്ടൻ തവയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം MRAയിൽ നിന്ന് കഴിക്കാൻ എന്തെന്ന് വെച്ചാൽ മട്ടൻ്റെ ഡിഷസും പിന്നെ ഫിഷിൻ്റെ ഡിഷസുമാണ് കേട്ടോ. നമ്മൾ മോസ്റ്റ്ലി എല്ലാം ട്രൈ ചെയ്തത് അത് തന്നെയാണ്. പിന്നെ അവിടെ താഴെയുള്ള ബേക്കറിയിൽ നിന്ന് ഇവർക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു. ഇവർക്ക് എവിടെ പോയാലും ചോക്ലേറ്റ് ആണല്ലോ, കുട്ടികൾക്ക് അതല്ലേ ഇഷ്ടം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ലെമൺ ടീയും കഴിച്ചിരുന്നു, അവർ ജ്യൂസ് കഴിച്ചു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുൾ ടയേർഡായി റൂമിൽ പോയിട്ട് എക്സോസ്റ്റായിട്ട് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എന്തെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ ഒരു 7 o'clock ആകുമ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറയിലെത്തി. അങ്ങനെ നമ്മൾ എല്ലാവരും സ്വീറ്റ്സ് ലവറാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് റൂമിലോട്ടേക്ക് പോയി റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. കുളിച്ച് ഫ്രഷായിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു, വണ്ടിയിൽ വെച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്, ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടേക്ക് തന്നെയാണ് കേട്ടോ. അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് അവിടുന്ന് തന്നെ വാങ്ങി കേട്ടോ. ചീപ്പാണ്, ബെസ്റ്റാണ്, ക്വാളിറ്റി നല്ലതാണ്. അങ്ങനെ നമ്മൾ വാങ്ങിയത് 1 kg ചിക്കൻ ബിരിയാണിയാണ്. വണ്ടിയിൽ നിന്ന് കഴിച്ചു. നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ടേക്ക് വിട്ടു. അങ്ങനെ എന്തെന്ന് വെച്ചാൽ രാവിലെ ഒരു മഴയൊക്കെ നിന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങിയ സമയത്തെല്ലാം മഴ ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് മഴയില്ല. മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലോണം മിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 6:30 ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു മാഹിയിലെത്തി. മാഹിയിൽ നിന്ന് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റ്സും ഹാർഡ്വെയർസും അങ്ങനത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ നാട്ടിലോട്ടേക്ക് വിട്ടു. അപ്പോൾ തളിപ്പറമ്പ് ആ സൈഡിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു. 90% ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്തു, 10% ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് അൽഹംദുലില്ലാ വീട്ടിലെത്തി. അപ്പം കൊച്ചി എറണാകുളത്തിൻ്റെ ഒരു ലഘു വിവരണം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ബൈ. അസ്സലാമു അലൈക്കും.